ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ വറുത്തരച്ചു വെച്ചൊരു മീൻ കറിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനെടുത്തേക്കണ മീനെ വറ്റയാണ്. നല്ല വലിയൊരു വറ്റയുടെ ഒരു ചെറിയൊരു കഷ്ണം, ഏകദേശം 1 കിലോ വരുന്നൊരു കഷ്ണം കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതുപോലെ ഒന്ന് നിങ്ങളെ വെച്ചങ്ങോട്ട് നോക്കിക്കുക. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇതിലേക്കുള്ളേ അരപ്പിനായിട്ടേ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അരമുറി തേങ്ങ ചിരവിയതെടുക്കണം. അതുപോലെ തന്നെ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. നമുക്ക് വറുത്തെടുക്കാനുള്ളതാണല്ലോ, അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് വരാനായിട്ട്. പിന്നെ ഉലുവയുടെ പൊടിയാണത്. അപ്പൊ ഉലുവ ക്രഷ് ചെയ്താണ് എടുത്തേക്കണേ, അതേ ഉള്ളൂ. പിന്നെ 10-12 വറ്റൽമുളക് വേണം. അപ്പൊ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കുരുമുളക് വേണം. അപ്പൊ ഞാൻ കുരുമുളകിന്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോള് മല്ലി ഉണ്ടല്ലോ, അതും കൂടി എടുക്കണേ. കുറച്ച് കറിവേപ്പിലയും കൂടിയും വേണം. ഇതെല്ലാം കരിഞ്ഞു പോവാണ്ടേ അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കും. ഇത് നമ്മൾ ഈ അരപ്പിനുള്ള സാധനങ്ങൾ അങ്ങോട്ട് വറുത്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ മുളകും ഉപ്പൊക്കെ അത്യാവശ്യം അപ്പം പിടിച്ച് റെഡി ആയിട്ടുണ്ടാവേ. അപ്പം ഒന്ന് അത് കഴിയുമ്പോൾ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. ഒന്ന് വറുത്ത് എടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് കറി വെക്കുന്നത്. അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വറുത്തങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടി അങ്ങോട്ട് എടുക്കണം. അപ്പൊ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല. അപ്പൊ ഇത് ഒരു ഇന്ത്യാരിയത്തിന്റെ ഒരു ചട്ടിയാണ്, അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ടേ അതങ്ങോട്ട് എല്ലാം ഞാൻ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചേർത്തു. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും കരിഞ്ഞു പോകാണ്ട് ഒന്ന് വറുത്തങ്ങോട്ട് എടുക്കണം. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഇടയ്ക്കല്ല, കൈയെടുക്കാണ്ട് ഇളക്കിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം അത് കരിഞ്ഞു പോയത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് മാറും. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തപ്പോൾ തന്നെ ഏകദേശം ഇതൊന്ന് വാടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലേക്ക് അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ബാക്കിയുള്ളത് ചട്ടിയുടെ ആ ചൂടുണ്ടാവും, കാരണം കുറച്ചു നേരം നിന്നോളൂ. ഈ ചട്ടി നല്ല കട്ടിയുള്ള ചട്ടിയായതുകൊണ്ട് അപ്പൊ ആ ചൂടിൽ അങ്ങോട്ട് റെഡി ആയിക്കോളൂ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ, ചേർക്കാത്ത പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ കുരുമുളക് പൊടിച്ചു വെച്ചത് കൊണ്ട് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കണം. അപ്പൊ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ടേ അത് നല്ലവണ്ണം ഒന്നും കൂടി ഇളക്കണം. ഇതൊന്ന് വിടർത്തി അങ്ങോട്ട് ഇടണം. അപ്പൊ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ്. കാരണം അത് അനങ്ങാണ്ട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിഭാഗം മാത്രം കൂടുതല് ചിലപ്പോ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആ ചൂടില്. ഇപ്പൊ അതിന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. തണുത്ത് വരുമ്പോഴേക്ക് നമ്മൾ ആ മുളക് പുരട്ടി വെച്ച മീനുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് എടുക്കാം. ഇപ്പൊ ഞാനത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് എടുക്കുകയാണേ. ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒരു സൈഡും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് മറ്റേ സൈഡും ആകുമ്പോഴേക്കും ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടും. ഫുൾ ഫ്രൈ അല്ല, ഒരു 3/4 ഭാഗത്തോളം ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അത് ഏകദേശം ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ടാവേ. അപ്പൊ അതങ്ങോട്ട് അരച്ചെടുക്കണ ടൈമിൽ ഇതും കറക്റ്റ് ആയിട്ട് റെഡി ആയിക്കോളും. ഇതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങോട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇതിലേക്ക് നേരെ നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ അരപ്പങ്ങോട്ട് അരച്ചെടുക്കുമ്പോഴേക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പണിയാണ്. കാരണം ഞാനപ്പോ അരയ്ക്കാൻ നോക്കിയിട്ട് അരയണ്ടായിരുന്നില്ല, അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ അരച്ച് വെച്ചത് വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴേ ആ കളർ അങ്ങോട്ട് മാറും. അല്ല, വെള്ളം ഒഴിക്കാണ്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടും. അപ്പൊ
കല്ലിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ കളർ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ അങ്ങോട്ട് ചേർത്ത് അതെല്ലാം മിക്സിയുടെ ജാറൊക്കെ കഴുകി അരപ്പ് മൊത്തം ഞാൻ ആ മീനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കുടംപുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 5-6 അല്ലി വേണം, കാരണം ഇതിന് അത്യാവശ്യം പുളിയും വേണ്ടതാണ്. ഇതൊരു 5 അല്ലിയോളം കുടംപുളിയാണ് ഞാൻ ചേർത്തേക്കണം അതിലേക്ക്. ഇനി അതങ്ങോട്ടെ അടച്ചങ്ങോട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കറി ഒന്ന് റെഡി ആവാനായിട്ട് അങ്ങോട്ട് വെക്കണേ. ഇടയ്ക്കൊന്ന് പ്ലേറ്റ് അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ടേ ഒന്ന് ഇളക്കിയൊക്കെ അങ്ങോട്ട് കൊടുക്കണം. ഇത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇതിന് ഇത്തിരി കളറ് കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പിന്റെയും കൂടി കുറവുണ്ടായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൊണ്ട് ഇട്ടട്ടെ പിന്നെ അങ്ങോട്ട് അടച്ചു വെച്ചു ഒന്ന് റെഡിയാവാനായിട്ട്. ഇത് ഈ കറി അങ്ങോട്ട് ഒന്നും കൂടി അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചട്ടെ ഒന്നും കൂടി അങ്ങോട്ട് തിളച്ചങ്ങോട്ടൊന്ന് റെഡി ആവട്ടെ. കണ്ട കറി ഇങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞങ്ങോട്ട് വരും. കുറുകി ആ കളറൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കുറുകി വരുമ്പോഴേക്കും നല്ല വറുത്തരച്ച മീൻ കറി അങ്ങോട്ട് റെഡിയായി കിട്ടുവേ. കറി അങ്ങോട്ട് കുറുകി അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് അടുക്കളയിലും അതുപോലെ തന്നെ റൂമിലൊക്കെ ആ കറിയുടെ മണം അങ്ങോട്ട് പടർന്നങ്ങോട്ട് കേറിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ ആ കറി അങ്ങോട്ട് എടുത്ത് കഴിക്കാനായിട്ട് അങ്ങോട്ട് തോന്നി. അപ്പൊ അത് ആ സമയത്ത് അങ്ങോട്ട് കറി എടുക്കരുത്, അടച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ അങ്ങോട്ട് വെക്കണം. എന്നാലാണ് അതൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഇനിയിപ്പോ രാത്രി അങ്ങോട്ട് വെച്ച് പിറ്റേ ദിവസമാണ് ഈ കറി അങ്ങോട്ട് എടുക്കണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല സൂപ്പർ സ്വാദോട് കൂടി തന്നെ ആ കറി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നിങ്ങൾ ഒന്ന് കമന്റ് അടിക്കണേ, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുതേ. അടച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് കറി കണ്ടില്ലേ കുറച്ചും കൂടി അങ്ങോട്ട് കുറുകി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ മീനിലേക്ക് നല്ലവണ്ണം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്.